നമസ്കാരം. SCERT ജോഗ്രഫിയിലെ നമ്മൾ പാർട്ട് 2 ആണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അതിൽ MCQ ക്വസ്റ്റ്യൻസ്. ഒന്നാമത്തെ ചോദ്യം എന്താണ്? താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായ കോഡ് തിരഞ്ഞെടുക്കുക. ചൂട് പിടിച്ച ഭൗമോപരിതലത്തോട് തൊട്ടുരുമി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ വായു ചൂട് പിടിക്കുന്ന പ്രക്രിയയാണ് താപചലനം എന്ന് പറയുന്നു. ഇനിയോ, ചൂട് പിടിച്ച ഭൂപ്രതലം മാധ്യമങ്ങളുടെ സഹായമില്ലാതെ ദീർഘതരംഗങ്ങളായി അന്തരീക്ഷത്തിലേക്ക് ചൂട് പുറത്തുവിടുന്ന പ്രക്രിയയാണ് വികിരണം. ചോദ്യം എന്താണ്? ശരിയായിട്ടുള്ളതാണ് തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ 4 കോഡുകൾ തന്നിട്ടുണ്ട്. അതിൽ ശരിയായിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, 1, 2 എന്നിവ. അതായത് രണ്ടും ശരിയാണ്. ആദ്യം പറഞ്ഞിട്ടുള്ളത് ഏതായിരുന്നു? ചാലനം അഥവാ കണ്ടക്ഷൻ, സ്പൂണൊക്കെ വയ്ക്കുമ്പോൾ ഉള്ളത് അല്ലേ. അതായത് തൊട്ടുരുമി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ വായു ചൂട്ടുപിടിക്കുന്ന പ്രക്രിയ. പിന്നെയുള്ളത് വികിരണം അഥവാ റേഡിയേഷൻ. അത് രണ്ടും ശരിയാണ്. ഭൂമിയുടെ താപ ബജറ്റിനെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? സൂര്യനിൽ നിന്നും ഭൂമിയിലേക്ക് പ്രവഹിക്കുന്ന ഊർജത്തിൻ്റെ അളവും ഭൗമ വികിരണം വഴി ഭൂമി പുറന്തള്ളുന്ന താപത്തിൻ്റെ അളവും തുല്യമായിരിക്കുന്നതാണ് സമതുല്യത വ്യവസ്ഥയാണിത്. അതായത് ഹീറ്റ് ബജറ്റ്. ഇനി ഭൂമിയിലെത്തുന്ന ആകെ 100 യൂണിറ്റിൽ 14 യൂണിറ്റ് അന്തരീക്ഷത്തിലേക്ക് നേരിട്ട് തിരിച്ചു പോകുന്നു. ശേഷിക്കുന്നതിൽ 35 യൂണിറ്റ് വായുവും 51 യൂണിറ്റ് ഉപരിതലവും ആഗിരണം ചെയ്യും. നമ്മുടെ ചോദ്യം എന്താണ്? ശരിയായവയാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ശരിയായിട്ടുള്ളത്? 1 മാത്രമേ ശരിയായിട്ടുള്ളൂ അല്ലേ. 1 മാത്രമേ ശരിയായിട്ടുള്ളൂ. എന്താണ് 2, 3 തെറ്റാൻ കാരണം? ഈ താപ ബജറ്റ് അനുസരിച്ച് ഭൂമിയിലെത്തുന്ന ആകെ 100 യൂണിറ്റിൽ 35 യൂണിറ്റാണ് അന്തരീക്ഷത്തിലേക്ക് നേരിട്ട് പോകുന്നത്. 14 അല്ല, 35. ശേഷിക്കുന്നതിൽ 14 യൂണിറ്റ് വായുവും 51 യൂണിറ്റ് ഉപരിതലവും ആഗിരണം ചെയ്യും എന്നാണ്. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാണ് കൊട്ടിത്തിരിക്കുന്നത്. ഓക്കെ. ഇനി മാക്സിമം മിനിമം തെർമോമീറ്റർ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ഒരു ദിവസം അനുഭവപ്പെടുന്ന ഏറ്റവും കൂടിയ ചൂടും ഏറ്റവും കുറഞ്ഞ തണുപ്പും ഒരേപോലെ രേഖപ്പെടുത്താൻ ഇത് സഹായിക്കുന്നു. കൂടിയ താപനിലയോട് കുറഞ്ഞ താപനില കൂട്ടിയാൽ ദൈനിക താപാന്തരം ലഭിക്കും. താപനില അളക്കാൻ ഡിഗ്രി സെൽഷ്യസ്, ഫാരൻഹീറ്റ് എന്നീ യൂണിറ്റുകൾ ഉപയോഗിക്കുന്നു. നമ്മുടെ ചോദ്യം എന്താണ്? ഈ പ്രസ്താവനകൾ പരിശോധിച്ചിട്ട് ഏത് കോഡാണ് ശരി എന്നുള്ളത് നോക്കുക. ഏതാണ് വരുന്നത്? ഏതാണ്? 1 ശരിയാണ്, 3 ശരിയാണ് അല്ലേ. 1, 3 ശരിയാണ്, എന്നാൽ 2 തെറ്റാണ്. എന്താണ് 2 തെറ്റാൻ കാരണം? കൂടിയ താപനിലയിൽ നിന്ന് കുറഞ്ഞ താപനില കുറയ്ക്കുമ്പോഴാണ് ദൈനിക താപാന്തരം അല്ലെ. ഇവിടെ നോക്കി, കൂടിയ താപനിലയോട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. കൂട്ടിയാൽ, കൂട്ടുകയല്ല ചെയ്യേണ്ടത്, അവിടെ കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അടുത്ത ചോദ്യം, ഐസോതേംസും തെർമൽ ഇക്വേറ്ററും അതായത് സമതാപരേഖകളെയും താപീയ മധ്യരേഖയെയും പറ്റിയിട്ടുള്ളതാണ്. അതിൽ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കാം. താപനില തുല്യമായുള്ള വ്യത്യസ്ത പ്രദേശങ്ങളെ ഭൂപടത്തിൽ തമ്മിൽ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് സമതാപരേഖകൾ. സമുദ്രത്തിൽ സമതാപരേഖകൾ ഏതാണ്ട് സമാന്തരമായും കരയിലെത്തുമ്പോൾ വളഞ്ഞു പുളഞ്ഞും കാണപ്പെടുന്നു. ഓരോ രേഖാംശ രേഖയിലെയും ഏറ്റവും ഉയർന്ന വാർഷിക ശരാശരി താപനില രേഖപ്പെടുത്തിയ പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന ഭൂപട രേഖയാണ് താപീയ മധ്യമേഖല. താപീയ മധ്യരേഖ ഭൂമധ്യരേഖയ്ക്ക് തികച്ച് നേരെയായിട്ടാണ് എല്ലാ ഭാഗത്തും കാണപ്പെടുന്നത്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഏതാണ് തെറ്റായത്? ഏതാണ് തെറ്റായത്? ഓപ്ഷൻ ഡി ആണല്ലേ തെറ്റായത്. കാരണം താപീയ മധ്യരേഖ എങ്ങനെയാണ്? ഭൂമധ്യരേഖയ്ക്ക് തിരിച്ച് നേരെയായിട്ടല്ല, ചിലയിടത്തത് വ്യതിചലിക്കുന്നുണ്ട്. ഇത് കറക്റ്റായിട്ട് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ആദ്യം ക്ലാസ് കാണണം. ക്ലാസ് കണ്ടതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക? ഈ MCQ അറ്റൻഡ് ചെയ്യുക കേട്ടോ. അടുത്ത ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകൾ വായിച്ച് ശരിയായ കോഡ് തിരഞ്ഞെടുക്കുക. അന്തരീക്ഷത്തിൽ ഉയരം കൂടുന്തോറും താപനില ക്രമമായി കുറയുന്ന പ്രവണതയാണ് ക്രമമായ താപനഷ്ട നിരക്ക് അഥവാ നോർമൽ ലാപ്സ് റേറ്റ്. അന്തരീക്ഷത്തിൽ ഓരോ 1 കിലോമീറ്റർ ഉയരത്തിനും 6.4 ഡിഗ്രി സെൽഷ്യസ് വീതം താപനില കുറയുന്നു. ഏതാണ് ശരിയായിട്ടുള്ള കോഡ് വരുന്നത്? ഓപ്ഷൻ സിയിലെ 2 പ്രസ്താവനകളും ശരിയാണ്. ഇനി ഭൂപ്രകൃതിയും താപനില വ്യതിയാനവും
തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പ്രസ്താവനകൾ താഴെ നൽകുന്നവ ശരിയായവയത്. എന്തിനെപ്പറ്റി? ഭൂപ്രകൃതിയും താപനില വ്യതിയാനവും. ഓക്കെ. മലഞ്ചെരിവുകളുടെ സ്ഥാനമനുസരിച്ച് സൂര്യപ്രകാശം ലഭിക്കുന്നതിൽ വ്യത്യാസമുണ്ടാകുന്നു. സൂര്യപ്രകാശം നേരിട്ട് പതിക്കുന്ന ചെരിവുകളിൽ താപനില കൂടുതലായിരിക്കും. സൂര്യപ്രകാശം നേരിട്ട് പതിക്കാത്ത വിപരീത ദിശയിലുള്ള ചെരിവുകളിൽ താപനില കുറവായിരിക്കും. ഏതാണ് ഇതിൽ ശരിയായിട്ടുള്ളത്? എല്ലാം ശരിയാണ് അല്ലേ? 1, 2, 3 മൂന്നും ശരിയാണ്. അടുത്തത്, അന്തരീക്ഷ മർദ്ദത്തെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തതേത്? വായു ഭൂമിയുടെ ഉപരിതലത്തിൽ പ്രയോഗിക്കുന്ന ഭാരത്തെയാണ് മർദ്ദമെന്ന് വിളിക്കുന്നത്. അന്തരീക്ഷ മർദ്ദം അളക്കാൻ തെർമോമീറ്റർ ഉപയോഗിക്കുന്നു. മെർക്കുറി ബാരോമീറ്റർ, അനറോയിഡ് ബാരോമീറ്റർ എന്നിവ പ്രധാനപ്പെട്ട മർദ്ദം അളക്കുന്ന ഉപകരണമാണ്. അന്തരീക്ഷ താപനിലയും മർദ്ദവും പരസ്പരം വിപരീതാനുപാതത്തിലാണ്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ശരിയല്ലാത്തത്, ഇത് തെറ്റായത്. ഏതാണ് തെറ്റായത്? നമുക്കറിയാലോ, ഓപ്ഷൻ ബി ആണ്. തെർമോമീറ്റർ ആണോ യൂസ് ചെയ്യുന്നത്? അല്ല, ബാരോമീറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. തെർമോമീറ്റർ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? താപനില അളക്കാനാണ്. അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്നത് ബാരോമീറ്റർ. സൂര്യനിൽ നിന്നുള്ള ഊർജം ചെറുതരംഗങ്ങളായി അന്തരീക്ഷത്തിലൂടെ ഭൂമിയിലേക്ക് പ്രവഹിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് എന്താണ്? സൂര്യനിൽ നിന്നുള്ള ഊർജം ചെറുതരംഗങ്ങളായി അന്തരീക്ഷത്തിലൂടെ ഭൂമിയിലേക്ക് പ്രവഹിക്കുന്ന പ്രക്രിയയാണ് ഇൻസൊലേഷൻ എന്നറിയപ്പെടുന്നത് അല്ലേ? ഓപ്ഷൻ സി. കാറ്റ് മൂലം അന്തരീക്ഷ താപം തിരശ്ചീനമായി ചലിച്ച് താപനില വ്യത്യാസപ്പെടുത്തുന്ന പ്രക്രിയ ഏതാണ്? തിരശ്ചീന, അഡ്വെക്ഷൻ അല്ലേ? അഡ്വെക്ഷൻ അഥവാ അഭിവഹനം. കാറ്റ് മൂലം അന്തരീക്ഷ താപം തിരശ്ചീനമായി ഹൊറിസോണ്ടലായിട്ട് ഫ്ലോ ചെയ്തിട്ട് താപനില വ്യത്യാസപ്പെടുത്തുന്ന പ്രക്രിയയാണ്. താഴെ പറയുന്നവയിൽ താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകം ഏതൊക്കെയാണ്? അക്ഷാംശം, ഉയരം, കരയും കടലും തമ്മിലുള്ള വ്യത്യാസം, മുകളിൽ നൽകിയിട്ടുള്ളവയെല്ലാം ഏത് വരും? എല്ലാം വരും അല്ലേ? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. സമുദ്രനിരപ്പിലെ ശരാശരി അന്തരീക്ഷ മർദ്ദം എത്രയാണ്? സമുദ്രനിരപ്പിലെ ശരാശരി അന്തരീക്ഷ മർദ്ദം എത്രയാണ്? ഓപ്ഷൻ എ ആണല്ലേ വരുന്നത്. 1013.2 HPA ആണ്. താഴെത്തട്ടിൽ ചൂട് പിടിച്ച വായു വികസിച്ച് മുകളിലേക്ക് ഉയരുകയും മുകളിലെ തണുത്ത വായു താഴേക്ക് വരികയും ചെയ്യുന്ന താപന പ്രക്രിയ ഏതാ? ഓപ്ഷൻ ബി, സംവഹനം. ഓപ്ഷൻ ബി, സംവഹനം. ദൈനിക ശരാശരി താപനില കണ്ടെത്തുന്നതിനുള്ള ശരിയായ സമവാക്യം ഏത്? ദൈനിക ശരാശരി താപനില കണ്ടെത്തുന്നത് എങ്ങനെയാണ്? നമ്മൾ ആദ്യം കണ്ടല്ലേ, കൂടിയ താപനില പ്ലസ് കുറഞ്ഞ താപനില ഡിവൈഡഡ് ബൈ 2 ആണ് ചെയ്യുന്നത്. താഴെ പറയുന്ന മലയോര ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ക്രമമായ താപനഷ്ട നിരക്ക് കാരണം അതിശൈത്യം അനുഭവപ്പെടുന്ന പ്രദേശത്തിന് ഉദാഹരണമായി പാഠഭാഗത്ത് നൽകിയിരിക്കുന്നത് ഏതൊക്കെയാണ്? ഏതായിരുന്നു പാഠഭാഗത്ത് ഉണ്ടായിരുന്നത്? ഓപ്ഷൻ എ, മൂന്നാർ, ഊട്ടി എന്നിവ കേട്ടോ. അതായത് ഉയരം കൂടുന്തോറും താപനില കുറയുന്നത് അല്ലേ? അത് നമ്മുടെ പാഠപുസ്തകത്തിലുള്ളതാണ്. അടുത്തത് ഏറ്റവും അവസാനത്തെ ചോദ്യം, സമുദ്രജല പ്രവാഹങ്ങൾ തീരപ്രദേശങ്ങളിലെ അന്തരീക്ഷ താപനിലയെ എങ്ങനെ സ്വാധീനിക്കുന്നു? ഉഷ്ണജലപ്രവാഹങ്ങൾ താപനില കുറയ്ക്കുന്നു, ശീതജലപ്രവാഹങ്ങൾ താപനില കൂട്ടുന്നു. ദെൻ ആൻസർ വരുന്നത് ഏതാണ്? ഉഷ്ണജലപ്രവാഹങ്ങൾ താപനില കൂട്ടുകയും ശീതജലപ്രവാഹങ്ങൾ താപനില കുറയ്ക്കുകയും ചെയ്യുന്നു. ഓപ്ഷൻ സി ആണ് വരുന്നത്. അപ്പോൾ എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് എല്ലാവരും കമൻറ്റ് ചെയ്യുക. ഇനി വൈകുന്നേരം ഇതിൻ്റെ അടുത്ത പാർട്ട് നമുക്ക് ക്ലാസ് കാണാം. താങ്ക് യു.